ഇന്ത്യയിലെ യുവത്വം ഇന്ന് തെരുവിലാണ്. CBSE നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടിനെ തുടർന്ന് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് ഇന്ന് യുവാക്കൾ ചെയ്യുന്ന ഈ പ്രതിഷേധ മാർച്ച് ഇന്നലെ നമ്മൾ കണ്ടതാണ്. ഒരുപാട് അക്രമ സംഭവങ്ങളിലേക്കൊക്കെ കടന്നിരിക്കുന്നു. അപ്പോ ഈ CJPയുടെ ഇത്തരത്തിലുള്ള ഒരു മൂവ്, അതായത് ഇപ്പോ ഈ യുവാക്കളുടെ ഈ ഒരു മൂവ് ഇന്ത്യയുടെ ഡെമോക്രസിനെ എങ്ങനെ അത് ബാധിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഇതിനൊരു ഫ്യൂച്ചറിനെ എങ്ങനെയാണ് കാണുന്നത്? വ്യക്തിപരമായി പറഞ്ഞാല് ഇന്ത്യ നഷ്ടപ്പെട്ടു പോയി എന്ന് തോന്നിയിരിക്കുന്ന കാലമായിരുന്നു എന്നെ സംബന്ധിച്ചോളം ഈ കഴിഞ്ഞ ഒരു 3-4 വർഷമായിട്ടെങ്കിലും. കാരണം ഈ പ്രതിഷേധങ്ങളെല്ലാം തന്നെയും അങ്ങ് കെട്ടടങ്ങി പോകുന്നു. ഒന്നും തന്നെ പുതിയത് സംഭവിക്കുന്നില്ല. കർഷക സമരമൊക്കെ ഉണ്ടായ സമയത്തൊക്കെ നമ്മള് ആരെങ്കിലും അക്കൗണ്ടബിളായി ആരെങ്കിലും വരും എന്ന് ഒരു പ്രധാനമന്ത്രിയൊക്കെ വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒന്നുമില്ലെങ്കിൽ പ്രതിഷേധത്തിന് എന്തെങ്കിലും ഒരു അർത്ഥം ഉണ്ടാകും എന്ന് തോന്നുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അതൊന്നും തന്നെ സംഭവിക്കാതെ പോവുകയും മീഡിയയുടെ ചോദ്യങ്ങൾക്ക് പോലും ഇരുന്നു കൊടുക്കാത്ത ഒരു പ്രധാനമന്ത്രി ഉണ്ടാവുകയൊക്കെ ചെയ്ത് ആരും ഒരു പ്രതിഷേധത്തിനെയും ആരും പരിഗണിക്കുന്നില്ല. ജനാധിപത്യം എന്ന് പറയുന്ന സംഭവം നാട്ടിലുണ്ടെന്ന് തന്നെ തോന്നാത്ത നിലവാരത്തിൽ കാര്യങ്ങൾ അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യുന്നിടത്തേക്ക് കാര്യങ്ങൾ മുഴുവൻ നീങ്ങിയിരിക്കുന്ന ഒരു കാലത്താണ് ഇപ്പൊ ഈ ഒരു യുവജനങ്ങളുടെ തന്നെ ഒരു ഒത്തുകൂടലുണ്ടായത്. നേരത്തെ ആദ്യം ഒരു 10 വർഷം മുമ്പ് JNU അതുപോലുള്ള ഈ യൂണിവേഴ്സിറ്റികളിലെല്ലാം ഒന്ന് ആളുകൾ ഉണർന്ന് ബഹളം വയ്ക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു സമയത്ത്. ആ ചെയ്തിരുന്നത് മുഴുവൻ അടിച്ചമർത്തപ്പെട്ടു. മാത്രമല്ല 4-5 വർഷമായിട്ട് ഉമർ ഖാലിദൊക്കെ ജയിലിൽ കിടക്കുകയല്ലേ. അതുപോലെ തന്നെ അതുവഴി കാണാൻ പോയ കാപ്പൻ വരെ എത്രയോ വർഷം അവിടെ ജയിലിൽ കടന്നുപോയി. ഇങ്ങനെ ഇരിക്കുന്ന ഒരു സ്ഥലത്ത് ഇന്ത്യ ഇനിയൊരു പഴയതുപോലെ നമ്മളൊക്കെ സമരം ചെയ്ത് പുതിയതാക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിരുന്ന ഒരു ഇന്ത്യ എന്നും ഭരണാധികാരികൾ നമ്മുടെ പ്രതിഷേധങ്ങളെല്ലാം കേട്ട് പുതിയ നിയമങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ഇന്ത്യയായിരുന്നു നമ്മളെല്ലാം അനുഭവിച്ചിരുന്നത്. ഭരണ സംവിധാനങ്ങളോട് നമുക്ക് പ്രതിഷേധങ്ങളെല്ലാം ഉണ്ടെന്ന് കാണിക്കുമ്പോൾ അത് ശരിയായ ഒരു സ്ഥലമായിട്ടൊന്നും അതിനകത്ത് കഴിഞ്ഞ കോൺഗ്രസിന്റെ ഭരണകാലം ഒക്കെ തന്നെ നമ്മൾ ശരിയായതാണെന്നുള്ള നിലപാടോ ഒന്നും ഇല്ലാതെ സമരം ചെയ്തിരുന്ന ആൾക്കാർ തന്നെയാണ്. പക്ഷെ പടിപടിയായിട്ട് ഈ റൈറ്റ് ടു ഇൻഫർമേഷൻ, അതുപോലെ മനുഷ്യാവകാശപരമായിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാകുക, ലിബറലൈസേഷൻ ഉണ്ടായിട്ട് ആൾക്കാർക്ക് ജോലി ഉണ്ടാകുന്നതും വരുമാനം ഉണ്ടാകുന്നതും ഒക്കെ വരുന്നത് ഇങ്ങനെ. അതുകൊണ്ട് സമരങ്ങൾക്ക് ഒരു മീനിങ് ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഞാൻ എത്രത്തോളം എതിർത്ത് സമരമൊക്കെ ചെയ്തിരുന്ന കോൺഗ്രസ് ഭരണത്തിനകത്ത് പോലും അത്തരത്തിലുള്ള ഒരു ഡയലോഗിന്, ഗവൺമെന്റുമായ ഒരു ഡയലോഗിന് സാധ്യതയുണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു. അത് കംപ്ലീറ്റ് അങ്ങ് നിശബ്ദമാക്കപ്പെട്ടു പോയി എന്നുള്ളത് മാത്രമല്ല, അടിച്ചമർത്തപ്പെട്ടു പോയി എന്നുള്ളതാണ്. സമരങ്ങൾ അടിച്ചമർത്തപ്പെട്ടു പോകുന്നിടത്തേക്കായിരുന്നു ഈ കഴിഞ്ഞ 10 വർഷം ആയിട്ട് അനുഭവിച്ചുകൊണ്ടിരുന്നത്. 10-12 വർഷമായല്ലോ. അതിനകത്തുനിന്ന് ഒരു വ്യത്യാസം ഇന്നലത്തെ പോലീസല്ല ഇടപെട്ടിരിക്കുന്നതെന്നും കാണാൻ പറ്റും. പോലീസ് വേഷം ധരിച്ചിരിക്കുന്ന ഗുണ്ടാ സംഘങ്ങൾ തന്നെയായിരുന്നു ഇടപെട്ടതെന്ന് നമ്മൾ കാണാൻ പറ്റും. കാര്യം പേരില്ലാതെ പോലീസുകാർ വരത്തില്ലല്ലോ. അപ്പം പോലീസുകാരല്ല, ഗുണ്ടാ സംഘത്തിനെ തന്നെയാണ് പോലീസിന്റെ വേഷത്തിലും ലാത്തിയും കൊടുത്ത് ഇറക്കിയതെന്നും കാണാൻ പറ്റും. അപ്പം ഒരു തരത്തിലും അക്കൗണ്ടബിലിറ്റി ഇല്ലാത്ത ഒരു ഗവൺമെന്റ് ഭരിക്കുന്നു എന്ന് തന്നെ കാണാൻ പറ്റുന്ന സ്ഥലമാണ്. അപ്പൊ ആ അടിച്ചമർത്തപ്പെട്ടു പോയതിനു ശേഷം ഇന്ന് വീണ്ടും അവര് ഒന്നിച്ചു കൂടി എന്നുള്ളത് ഒരു പ്രതീക്ഷയ്ക്ക് ഇട നൽകുന്ന സ്ഥലമാണ്. ഞാന് സമരങ്ങൾ ചെയ്യുന്ന സമയത്ത് സമരങ്ങളെല്ലാം ഏതെങ്കിലും നിലവാരത്തിൽ അടുത്ത ഒരു നിയമ നിർമ്മാണത്തിനകത്ത് ഈ സമരത്തിനകത്ത് പ്രതിഫലിക്കുക എന്ന് പറയുന്നത് എന്നും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയായിരുന്നു പ്രതീക്ഷയോടെ ലോകത്ത് മെച്ചപ്പെട്ട ഒരു ജനാധിപത്യ സംസ്കാരമുള്ള ഒരു സമൂഹമായിട്ട് ഇന്ത്യ മാറും എന്ന് പ്രതീക്ഷിക്കുന്ന സ്ഥലങ്ങളായിരുന്നു നമുക്കുണ്ടായിരുന്നത്. അത് കംപ്ലീറ്റ് മാറി ഇന്ത്യൻ ഭരണഘടനയ്ക്ക് തന്നെ യാതൊരു മൂല്യവും ഇല്ലാതെ അതിനെ മാറ്റാൻ ശ്രമിക്കുന്ന ഒരു മതവിഭാഗമാണ് 2014 അധികാരത്തിൽ വരികയും തുടർച്ചയായിട്ട് അവര് തന്നെ ജയിക്കുകയും, അത് മാത്രമല്ല ലോലെസ് എന്ന് നമുക്ക് പറയാവുന്ന നിലവാരത്തില് എക്സ്ട്രാ ജുഡീഷ്യലായിട്ട് ഉള്ള എല്ലാ പണികളും ചെയ്യുന്ന പോലീസായാലും തന്നെ
ആളുകളെ വെടിവെക്കുക, അതുപോലെ തന്നെ ബുൾഡോസർ ഉപയോഗിച്ചിട്ട് തകർത്ത് കളയുക, പ്രതിഷേധങ്ങളെ ഒന്നും പരിഗണിക്കാതെ ഇങ്ങനെ പോകുന്ന ഒരു 10-12 വർഷമായിട്ട് നമ്മൾ അനുഭവിക്കുന്ന ഒരു ദുരിതമുണ്ട്. ഒരു തരത്തിലും ഒരു സമരത്തിനെയും വകവെക്കാത്ത, അതാണ് ശരിക്കും പറഞ്ഞ കൊട്ടേഷൻ ഇട്ട് പറയേണ്ടതാണ്, വകവെക്കാത്ത ശക്തമായ ഭരണകൂടം എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുന്ന ഒരു തരത്തിലാണ് കാണിക്കുന്നത്. പക്ഷെ എത്ര പ്രാകൃതമായ ഒരു ഭരണ സംവിധാനമായിട്ട് ഇന്ത്യയിലുണ്ടായിരുന്ന ഏതെങ്കിലും നിലവാരത്തിൽ അല്പം സ്വല്പം ജനാധിപത്യ സംസ്കാരം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് കംപ്ലീറ്റ് തുടച്ചു മാറ്റപ്പെട്ടു പോയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ പുതിയ വിദ്യാഭ്യാസ നയം എല്ലാം ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഇതിനകത്ത് ഇങ്ങനെ നോക്കുമ്പോൾ ശാസ്ത്രവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളും അതേപോലെ തന്നെ ചരിത്രം മുഴുവൻ തിരുത്തി അവർക്ക് ഇഷ്ടമുള്ളതുപോലെ എഴുതുന്നതും നമ്മൾക്കിങ്ങനെ ആലോചിക്കാൻ തന്നെ കഴിയാത്തത്രയും, എന്ന് പറഞ്ഞാൽ മര്യാദയുടെ എല്ലാ സീമകളും ഭേദിച്ചിരിക്കുന്ന ഒരു ഒരു വിദ്യാഭ്യാസ സംസ്കാരം ഉണ്ടാക്കിയെടുക്കാനാണ് ശ്രമിക്കുന്നത്. ഒപ്പം നമ്മൾ കോൺഗ്രസിനകത്ത് വലിയ അഴിമതിയാണ്. ആ അഴിമതിക്കെതിരെ സമരം ചെയ്ത് ആം ആദ്മി പാർട്ടിയൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്ത് അങ്ങനെ നവീകരിക്കാൻ പോവുകയാണ് ഇന്ത്യ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ സമരങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ള ഒരു സ്ഥലത്തു നിന്നാണ് ഇതെല്ലാം ഉണ്ടായി വന്നത്. എന്നിട്ട് പിന്നീട് നമ്മൾ കാണുന്നത് ഇന്ന് കോൺഗ്രസ്സുകാർക്കുടെ അഴിമതിയെ പറ്റി ഒന്നും നമുക്ക് പറയാൻ പോലും പറ്റാത്ത തരത്തിൽ അങ്ങ് കംപ്ലീറ്റ് മാറി. അത് റാഫേലിന്റെ പദ്ധതി തൊട്ട് ഇങ്ങോട്ട് നമ്മൾ എടുത്ത് നിന്ന് പരിശോധിച്ച് നോക്കിയാല് മോഡേണൈസേഷൻ സംഭവിക്കാൻ പോവുകയാണെന്നാണല്ലോ വെച്ചിരുന്നത്. സകല ബുള്ളറ്റ് ട്രെയിൻ വരുന്നു, വന്ദേ ഭാരത് പോലുള്ള ട്രെയിൻ വരുന്നു, ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് എല്ലാം അങ്ങ് വളരെ മെച്ചപ്പെടാൻ പോവുകയാണെന്നൊക്കെ തോന്നുന്ന നിലവാരത്തിലുള്ള, അതുപോലെ റോഡുകളെല്ലാം അങ്ങോട്ട് വികസിക്കുന്നു, പാലങ്ങൾ പണിയുന്നു. നമ്മൾ കണ്ടാൽ നമ്മൾ അല്ല എന്ന് വിചാരിക്കേണ്ട ഒരു കാര്യമില്ലാത്ത നിലവാരത്തിലുള്ള സാധനങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മളിങ്ങനെ നോക്കുമ്പം ഒരു വർഷമോ 2 വർഷത്തിനകത്ത് തന്നെ തകർന്നു പോയ റോഡുകളും തകർന്നു പോയ പാലങ്ങളും എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ അഴിമതിയെ പറ്റി നമ്മൾ പണ്ട് പറയുന്നത് തന്നെ ഒരു സീമയും ഇല്ലാത്ത നിലവാരത്തിൽ ട്രാൻസ്ഫോം ചെയ്യപ്പെട്ടു പോയിരിക്കുന്ന ഒരു സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. അരുന്ധതി പറയുന്നത് പോലെ 2 പേര് വിൽക്കുന്നു 2 പേര് വാങ്ങുന്നു എന്ന് പറയുന്ന നിലവാരത്തിൽ ഒരു രാജ്യം അങ്ങ് മാറി. വിൽക്കാനായിട്ട് മോദി അമിത്ഷായും ഉണ്ടാകുക, അപ്പുറത്ത് അദാനി അംബാനി ഉണ്ടാകുക, അവർ 2 പേരും കൂടെ വാങ്ങുക എന്ന് പറയുന്നത് എല്ലാ നിലനിന്നിരുന്ന നമ്മൾക്ക് ഉണ്ടായിരുന്ന പാരിസ്ഥിതികമായി തൊട്ട് അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിലുള്ള ആക്ടുകൾക്കെതിരെ ഒരു നിയമനിർമ്മാണം നടത്തി ഉണ്ടാക്കിയിരിക്കുന്ന ചെക്ക് ആൻഡ് മെഷേഴ്സ് ഒന്നും തന്നെ ഇല്ലാതാക്കി കളയുന്ന സ്ഥലത്തേക്ക് അതങ്ങ് മാറി. PM കെയർ എന്ന് പറഞ്ഞ ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഓഡിറ്റേ ചെയ്യേണ്ടാത്ത ഒരു സാധനം ഉണ്ടാക്കുക, ഇലക്ട്രൽ ബോണ്ട് ഉണ്ടാക്കുക, അതൊക്കെ നമുക്ക് ഈ അഴിമതി നേരത്തെ ചെയ്തിരുന്നത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യുന്ന ഒരു രാജ്യമായിട്ട് ഇന്ത്യ അങ്ങ് മാറി എന്നുള്ളതാണ്. എന്നിട്ടോ ലോകത്തുണ്ടായിരുന്ന ഏത് ഇൻഡിക്കേറ്റർ എടുത്ത് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അതിനകത്തെല്ലാം ഏറ്റവും താഴെ തലത്തിലാണ് നിൽക്കുന്നത്. തൊട്ടടുത്ത ഞാൻ GDP എടുത്ത് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ പോലും ബംഗ്ലാദേശിന് താഴെയാണ് നമുക്ക് ആലോചിക്കാൻ പറ്റത്തില്ല. നമ്മൾ കെനിയയുടെ നേരെ മേളിൽ മാത്രമായിട്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. പ്രസ് ഇൻഡിക്കേറ്റ് ഫ്രീഡത്തിനെ പറ്റി പരിശോധിച്ച് നോക്കിയാല് ഏറ്റവും താഴത്തെ രാജ്യത്തിന്റെ തൊട്ട് മേളിലൊക്കെ ആയിട്ടാണ് എല്ലാം നിൽക്കുന്നത്. ഇങ്ങനെ നമുക്ക് ലോകത്ത് ആരെങ്കിലും എവിടെങ്കിലും ഒരു പഠനം നടത്തി ലോകത്തിലെ ഏതെങ്കിലും തരത്തിലൊരു റേറ്റിംഗ് നടത്തിയിട്ടുണ്ടോ? അതിൽ കംപ്ലീറ്റ് എണ്ണത്തിനകത്ത് താഴത്തെ സ്ഥലത്തേക്ക് പോവുകയാണ്. മോദി വരുന്ന സമയത്ത് പറഞ്ഞിരുന്ന കുറെ കാര്യങ്ങളാണല്ലോ ഈ ഈ ഡോളറിന്റെ വില ഒക്കെ അങ്ങ് നേർപകുതിയാക്കും. പെട്രോളിന്റെ വില, ഗ്യാസിന്റെ വില, ഇതൊക്കെ ഈ 3 എണ്ണം തന്നെ മാത്രം എടുത്താൽ മതി. ഇതിന്റെ മുകളിൽ തന്നെ സബ്സിഡിയും എന്തെല്ലാം പറഞ്ഞിരുന്നതാണ്. ഒരു മീനിങ്ങും ഇല്ലാതെ കളഞ്ഞില്ലേ. എന്നിട്ട് വളരെ തുച്ഛമായ വിലയ്ക്ക് ക്രൂഡ് ഓയിൽ കിട്ടിയിട്ട് അത് മുഴുവനും റഷ്യക്കാരുടെ അടുത്ത് നിന്ന് പോലും വെറുതെ കിട്ടിയിട്ട് തിരിച്ച് റഷ്യക്ക് ഇവിടുന്ന് റിഫൈൻ ചെയ്ത് തിരിച്ചു കൊടുത്തിട്ട് അതിന്റെ കാശ് അവര് ആ ചെയ്യുന്ന പ്രൈവറ്റ് കമ്പനികൾക്ക് കിട്ടുക എന്നുള്ളതല്ലാതെ അതിന്റെ അല്പം പോലും ഗുണഭോക്താക്കളല്ലാത്ത ഒരു രാജ്യമാക്കി നമ്മളെ മാറ്റിക്കളഞ്ഞില്ലേ.
നമ്മൾ എന്ത് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ ഗവൺമെന്റിനെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് ആർക്കെങ്കിലും ഇന്ന് കഴിയുന്നത്? പശുവിന്റെ പേരും പറഞ്ഞ് എല്ലാ മനുഷ്യരെയും പീഡിപ്പിക്കുകയും ഉപദ്രവിക്കുകയും അതിനുവേണ്ടി നമ്മൾ എപ്പോ നോക്കിയാലും അടി കിട്ടിയവന്റെ പേരിലാണ് ആദ്യത്തെ കേസ്. അടി കിട്ടിയവന്റെ പേരിൽ ആദ്യത്തെ കേസ് എടുത്തതിന് ശേഷമാണ് ചെയ്യുന്നവരെ നമ്മളിത് ചെയ്യുന്നത്. കുത്തുന്ന നമ്മുടെ ഈ നാട്ടിൽ സോനം വാങ്ചങ്ങിനെ പോലുള്ള ഒരാളെ സമരപ്പന്തലിൽ നിന്ന് വെള്ള വസ്ത്രത്തിൽ മറച്ചു കൊണ്ടുപോകുമ്പോൾ നമ്മുടെ നാട്ടിലെ അല്ലെങ്കിൽ നമ്മുടെ ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ ശക്തിയാണോ അതോ അല്ല, അത് തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. സമരം ചെയ്യുക എന്ന് പറയുന്നത് രാജ്യവിരുദ്ധ പ്രവർത്തനമാണെന്നുള്ള നിലവാരത്തിൽ അവർ പ്രചരിപ്പിച്ചു എന്നുള്ളതാണ്. സമരം ചെയ്യുന്നത് രാജ്യവിരുദ്ധ എന്ന് പറഞ്ഞാൽ രാജ്യത്തിനെതിരായിട്ടെന്നാണ്, അല്ലാതെ ഗവൺമെന്റിനെതിരായിട്ടല്ല. ഏത് പ്രതിഷേധത്തിനെയും രാജ്യവിരുദ്ധ പ്രവർത്തനമായിട്ടാണ്. അത് പാകിസ്ഥാൻകാരന്റെ കാശ് മേടിച്ചിട്ടാണ്, അല്ലെന്നുണ്ടെങ്കിൽ സിഐയുടെ കാശ് മേടിച്ചിട്ടാണ്, ഇങ്ങനത്തെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് രാജ്യവിരുദ്ധ പ്രവർത്തനമായി എല്ലാ സമരത്തിനെയും അവര് പ്രതിഷ്ഠിച്ചു കളഞ്ഞില്ലേ? അതാണ് ചെയ്യുന്നത്. ഇപ്പൊ വാങ്ചുക്കിന്റെ കാര്യമൊക്കെ പറഞ്ഞാല് എത്രയോ വർഷത്തെ പാരമ്പര്യമുള്ള അയാളുടെ അച്ഛനും അയാളൊരു സയന്റിസ്റ്റും കൂടാണ്. അതൊന്നും അവർ പരിഗണിക്കുന്നേ ഇല്ലല്ലോ. അയാളെ നമ്മുടെ അയാളുടെ പേരിൽ പോസ്റ്ററൊക്കെ ഇറക്കിയില്ലേ മലയാളികള്? ചൈന വന്നാൽ എന്നാൽ നിസ്സഹായതയെ പറ്റി അയാൾ പറയുന്ന ഒരു വലിയ ആയിട്ടാണ് നമ്മളെ സത്യത്തിൽ കാണേണ്ടത്. കാരണം തടയാനോ പിടിക്കാനോ ഒന്നും കഴിയാത്തത്രയും അവസ്ഥയിലാണ് അവർ ആ ബോർഡർ സ്റ്റേറ്റിലെല്ലാം ജീവിക്കുന്നത്. ആ സാധനത്തിനെ ഈ തരത്തിൽ അവതരിപ്പിച്ച് സമരം ചെയ്യുന്നവരെ വിഘടനവാദികൾ എന്നുള്ള നിലവാരത്തിലും രാജ്യദ്രോഹികൾ എന്നുള്ള നിലവാരത്തിലും ലേബൽ ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ടെക്നിക്ക്. ഒരു മീഡിയ ഇല്ലല്ലോ. ഇവിടുത്തെ മീഡിയക്ക് ഗോഡി മീഡിയ എന്ന് പേര് വന്നത് എങ്ങനെയാണ്? ഒരാൾക്ക് ഇപ്പൊ തന്നെ ആ ജന്തർ മന്ദിറിൽ നടക്കുന്ന സമരത്തിനെ റിപ്പോർട്ട് ചെയ്യാനായിട്ട് അനുവദിക്കാൻ കഴിയാത്ത നിലവാരത്തിൽ ആൾക്കാർക്ക് വിരോധം തോന്നുന്നിടത്തേക്ക് ഇവിടുത്തെ മീഡിയ മാറിപ്പോയില്ലേ? ഇത് മുഴുവൻ എങ്ങനെ കംപ്ലീറ്റ് നമുക്ക് വേറൊരു ഇൻഫർമേഷൻ കിട്ടുന്നില്ലല്ലോ. ഇപ്പോ അവിടെ ഇവരുടെ ഈ ജന്തർ മന്ദിറിൽ നടക്കുന്ന സമരത്തിനോടൊപ്പം തന്നെ വെള്ളത്തിനകത്ത് അവിടുത്തെ ആദിവാസികള് കഴുത്തറ്റം വെള്ളത്തിൽ ഇറങ്ങി നിന്ന് സമരം ചെയ്യുന്നതൊക്കെ ഉണ്ട്. അതൊന്നും ഇവിടുത്തെ ഒരു മീഡിയക്കകത്ത് നമ്മൾ കാണത്തില്ല. നമ്മൾ ഈ ഇന്റർനെറ്റ് ഉള്ളത് കൊണ്ടാണ് അല്പം സ്വല്പം കാണുമെങ്കിലും ചെയ്യുന്നത്. ഇങ്ങനെ ഏത് സമരത്തിനെയും ആ സമരം എന്ന് പറയുന്നത് രാജ്യവിരുദ്ധ പ്രവർത്തനമാണ്, അല്ലാതെ ഗവൺമെന്റിനെതിരായിട്ടുള്ള സമരമായിട്ട് ഒരിക്കലും അത് പോസ്റ്റ് ചെയ്യപ്പെടത്തില്ല. അതുകൊണ്ട് സമരം ചെയ്യുന്നവർ മുഴുവനും ഞങ്ങൾ രാജ്യദ്രോഹികളാണ് എന്ന് അല്ലെന്ന് പറയാനായിട്ട് ശ്രമിക്കണം എന്നുള്ളതാണ്. ഇപ്പൊ ഞാനിരുന്ന് ഈ സംസാരിക്കുന്ന സമയത്ത്, ഇപ്പൊ ഞാൻ ഈ പറയുന്നത് നിങ്ങൾ ഈ വീഡിയോ ഇടുന്ന സമയത്ത് ഇതിന് താഴെ ഏറ്റവും കൂടുതൽ അടുത്ത വിഘടനവാദി വന്നിരിക്കുന്നു, അടുത്ത രാജ്യദ്രോഹി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് കമന്റ് ചെയ്യാൻ പോകുന്ന കഴുതകളുടെ ഒരു ഘോഷയാത്ര നമ്മൾ കാണത്തില്ലേ? ഇത് വ്യാപകമായി അവർ ചെയ്തു എന്നുള്ളതാണ്. സമരം ചെയ്യുന്നവര് സ്വയം തെറ്റ് എന്ന് അവരുടെ ഗ്രീവൻസസ് പോലും അർത്ഥശൂന്യമായി. പെട്ടെന്ന് അവര് കലാപകാരികളും ടെററിസ്റ്റുകളും രാജ്യം തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരും മാത്രമായി തീർന്നുണ്ട്. അല്ലാതെ പരാതി പറയുന്നവരും സമരം ചെയ്യുന്നവരും ജനാധിപത്യത്തിന്റെ അവകാശങ്ങളാണ് ഈ സമരങ്ങളെന്ന് കാണുന്നില്ല. പ്രതിഷേധം എന്നാൽ ഒരു തെരഞ്ഞെടുക്കപ്പെട്ടതിനിടയ്ക്ക് അടുത്ത തെരഞ്ഞെടുപ്പ് വരുന്നത് വരെ നമുക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന് പറയാൻ ഉപയോഗിക്കുന്നതാണ് സമരങ്ങൾ. ഒരു ജനത അതിനെ ഇഷ്ടപ്പെടുന്ന നിലവാരത്തിലല്ല ഈ 5 വർഷത്തിനകത്ത് ഈ ഗവൺമെന്റ് പെരുമാറുന്നതെന്ന് അങ്ങോട്ട് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് സമരം. അത് അതിന്റെ അവകാശമാണ്. നമുക്കൊരു പ്രശ്നമുണ്ട് എന്നറിയാനും അത് കേൾക്കാനും അത് എന്നിട്ട് അതിനകത്ത് എന്തെങ്കിലും ഒരു നടപടി എടുക്കാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ള കാര്യം ചർച്ചയ്ക്ക് വിളിക്കുകയും ചർച്ചയ്ക്ക് വെക്കുകയും അതിനുശേഷം അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങളോടെ പുതിയ നിയമങ്ങൾ ഉണ്ടാക്കുകയും അല്ലെങ്കിൽ നടപടികൾ എടുക്കുകയും ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ ജനാധിപത്യം എന്ന് പറയുന്നത്. അല്ലാതെ ഒരു ഗവൺമെന്റ് ഇഷ്ടമുള്ളത് അങ്ങ് ചെയ്ത് ആളുകളുടെ തലയ്ക്ക് മേളിൽ കൂടെ എന്ത് വേണേലും കാണിക്കുക എന്ന് പറയുന്നതല്ലല്ലോ. ഇതൊക്കെ ചെയ്യുന്ന സാധനത്തിനെ മുഴുവനും രാജ്യദ്രോഹം എന്ന് പറയുന്ന ഒരൊറ്റ കള്ളിയിലാക്കിയാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. സമരം ചെയ്ത മുഴുവൻ യുവാക്കളെ വെറുതെ നോക്കിയാൽ മതി. അതിന് ഏറ്റവും നല്ലതാണ് എല്ലാ യൂണിവേഴ്സിറ്റികളിലും നടന്നിരുന്ന സമരങ്ങളെല്ലാം കംപ്ലീറ്റ് നിശബ്ദമായി പോയില്ലേ? നമ്മൾ നോക്കിയാൽ മതി. വെമുലയുടെയൊക്കെ സമരം എന്നൊക്കെ പറയുന്ന സാധനം ഇപ്പൊ ഇല്ല. JNUവിലൊരു സമരം ഇന്നില്ല, ജാമിയ മിലിയയിലൊരു സമരമില്ല, യൂണിവേഴ്സിറ്റികളിൽ സമരങ്ങളില്ല. അങ്ങനെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ഇത്രയും നാളിന് ശേഷം, ഒരു 12 വർഷത്തിന് ശേഷം അത് തന്നെയും
ഒരു എന്നാൽ നമുക്ക് ശരിക്കും പറഞ്ഞ കാശിനുള്ളാത്ത ഒരു 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 ചീഫ് ജസ്റ്റിസ് വന്ന് ഈ ജനതയെ മുഴുവൻ ഒന്നിച്ചടച്ച് ആക്ഷേപിച്ചത് കൊണ്ട് മാത്രമാണ് തൊഴിലില്ലാത്ത ജനങ്ങളെ പറ്റി പറഞ്ഞ വരിയാണ് കോക്രോച്ചസ് എന്ന്. ഒന്ന് ആലോചിച്ച് നോക്കണേ. ആ പേരിൽ ഒരു 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 അതൊരു പാർട്ടിയല്ലല്ലോ, ഒരു പ്രസ്ഥാനമാണല്ലോ, അല്ല പാർട്ടിയായിട്ട് ആരെങ്കിലും സംഘടിപ്പിച്ചല്ലോ. ആ അത്രത്തോളം അപമാനിതമായ ജനതയുടെ പ്രതിഷേധമായിട്ടാണ് അത് ഒന്നിച്ചു കൂടിയിരിക്കുന്നത്. ഞാൻ കാണുന്നത് നിരുപാധികം സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളത് മാത്രമേ എന്നെ സംബന്ധിച്ചുള്ള അതിനകത്തുള്ളൂ. ഞാൻ ഈ പറയുന്നതിനകത്ത് ഈ ഈ എന്താണ് രാജ്യസ്നേഹികൾ എന്ന് പറയുന്ന ഈ എന്താണ് മതവിശ്വാസികളായിട്ടുള്ള ഇവിടുത്തെ ഈ RSSകാരും ഈ BJPക്കാരുമായിരിക്കുന്ന ആൾക്കാര്, ഈ രാജ്യം കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആൾക്കാര്, അവരുടെ ഈ ലേവലിന് പുറത്ത് ഒരു ജനാധിപത്യ സംസ്കാരമുണ്ട്, ഈ രാജ്യം തകർന്നു പോയിട്ടില്ല എന്ന് ഒരു ഒരു രണ്ടാമതൊരു എന്താണ് പ്രതീക്ഷ നൽകുന്ന ഒരു സമരമാണ് ഞാനിത് കാണുന്നത്. ഞാനിതിന് പൂർണ്ണ പിന്തുണയാണ്. അല്ലാതെ ഇതിനകത്ത് ഏതെങ്കിലും എനിക്ക് ചില സംശയങ്ങളുണ്ട്, ഇവരിനി അങ്ങനെ അല്ലയോ എന്ന് അങ്ങനെ ആലോചിക്കുന്ന തന്നെ ഇല്ല. കാരണം ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നവരെക്കാളും രാജ്യദ്രോഹികളായ ആരും തന്നെ ഈ സമരം ചെയ്യുന്നവരുടെ ഇടയിലില്ല. രാജ്യത്ത് ഇന്ന് ഭരിക്കുന്നവരാണ് രാജ്യദ്രോഹികൾ. അത് ഒന്നും രണ്ടും ആയിട്ടിരിക്കുന്ന മന്ത്രിമാര് തന്നെയാണ് രാജ്യദ്രോഹികൾ. രാജ്യം വിറ്റ് തളിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അതുകൊണ്ട് ആ നിലവാരത്തിൽ ഇതിന്റെ മേളിൽ ഒരു ചർച്ചയില്ല. സ്ത്രീകൾക്ക് വേണ്ടി എന്താണ് അവരെ സംരക്ഷിക്കാൻ വേണ്ടി നിയമങ്ങൾ ഉണ്ടാക്കുകയും സകല സ്ത്രീകളെയും പീഡിപ്പിക്കുന്നിടത്ത് നമുക്ക് ആലോചിക്കാൻ വയ്യാത്തത്രയും പീഡനങ്ങൾ ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ എത്തിച്ചേർന്നില്ലേ? ഇതൊക്കെ ഒന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. എന്തൊരു അവസ്ഥയായി ഇത്! ഇത്രയും മോശമായ. അല്ല, ഇതിനു മുന്നേ അത്ലറ്റ്സ് ഒരു MP-ക്കെതിരെ ഒരു വലിയൊരു ആരോപണം കൊണ്ടുവന്നല്ലോ, ബ്രിജ്ഭൂഷണെതിരെ. അത് തന്നെ, ആ അത്ലറ്റ്സിന്റെ കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞിട്ട് വരുന്നത്. അത്ലറ്റ്സിന് രാജിവെച്ചില്ല. പക്ഷെ ഇന്ന് ഇപ്പൊ അതാ ഇയാള് രാജിവെക്കുകയോ ഇല്ലയോ എന്നുള്ളതല്ല, ഏതെങ്കിലും നിലവാരത്തിൽ സമരം ചെയ്യുന്ന ആൾക്കാരുടെ ശബ്ദം അവരെ പരിഗണിക്കുമോ എന്നുള്ളതാണ് ഈ ടെസ്റ്റ്. ഇതിനകത്ത് ഈ ജനതയുടെ സമരം മുന്നോട്ട് പോകുന്നതിന് പകരം അത് അടിച്ചമർത്തപ്പെട്ടു പോവുകയാണ് സംഭവിക്കുന്നതെങ്കിൽ രാജ്യമില്ലാതായി പോകുന്ന സ്ഥലത്തേക്കായിരിക്കും പോകുന്നത്. എന്നെ സംബന്ധിച്ചോളം ഞാൻ ശരീരം കൊണ്ട് അവിടെ എത്തിച്ചേരാനായിട്ട് ഞാൻ കൊതിക്കുന്നുണ്ടെങ്കിലും ചെന്നിട്ടൊരു കാര്യം, കാരണം നമ്മളെ സംബന്ധിച്ചോളം ഹിന്ദി പറയാനോ അല്ലെന്നുണ്ടെങ്കിൽ അവിടുത്തെ നാട്ടുകാരുമായിട്ട് സംസാരിക്കാനോ ഒന്നും തന്നെ നമുക്ക് കഴിയാത്തത് കൊണ്ട് മാത്രമാണ്, ഞാൻ ഇഫക്റ്റീവ് അല്ലെന്ന് അറിയുന്നത് കൊണ്ട് മാത്രമാണ് എന്നെ സംബന്ധിച്ചോളം ഞാൻ അവിടെ ശരീരം കൊണ്ട് പോയി അവിടെ ഇരിക്കാത്തത്. മുഴുവൻ സപ്പോർട്ടും കൊടുത്തുകൊണ്ട് തന്നെയാണ് ഉള്ള നമുക്ക് ഞാൻ പറഞ്ഞാൽ കേട്ടാൽ മനസ്സിലാകുന്ന ജനതയുടെ അടുത്തിൽ നിന്ന് സംസാരിച്ചിട്ട് മാത്രമേ ഇഫക്റ്റീവായിട്ട് നമുക്ക് വർക്ക് ചെയ്യാനൊക്കത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ അറിയപ്പെടുന്ന പ്രകാശ് രാജിനെ പോലെയോ അല്ലെങ്കിൽ അരുന്ധതിയെ പോലെയോ ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന നിലവാരത്തിൽ മറ്റു പ്രവർത്തനങ്ങൾ കൊണ്ട് അറിയപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രസൻസ് കൊണ്ട് വേറൊരു മീനിങ് ഉണ്ടാവും. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കടലിൽ കായം കലക്കുന്ന പോലെ മാത്രമേ അവിടെ വർക്ക് ചെയ്യാനൊക്കത്തുള്ളൂ. ഭാഷ അറിയുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇഫക്റ്റീവായിട്ട് നമുക്കതിനകത്ത് സമരത്തിനെ സപ്പോർട്ട് കൊടുക്കുന്നതിനും അതിനെ സഹായിക്കുന്നതിനും കഴിഞ്ഞാൽ. അതുകൊണ്ട് മാത്രമാണ് ഫിസിക്കലി ഞാൻ അവിടെ എത്തിച്ചേരാത്തത്. കാരണം ഇഫക്റ്റീവായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ കഴിയില്ല എന്നറിയുന്നതുകൊണ്ട് മാത്രം. മുഴുവൻ സപ്പോർട്ട് എന്ന് ഞാൻ വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ പരമാവധി സപ്പോർട്ടാണ്. ഇതൊരു ഈ രാജ്യം ഒരു ജനാധിപത്യ സംസ്കാരമുള്ള രാജ്യമായി തുടരാനായിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഇന്ന് നടക്കുന്ന ഈ സമരം. അല്ലെങ്കിൽ ഈ രാജ്യം ശിഥിലമാകുന്നതിന്റെ സ്ഥലവും കൂടാണ്. ഇത് അടിച്ചമർത്തുവാണെങ്കിൽ ഈ രാജ്യം ശിഥിലമായി പോവുക എന്നുള്ളതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഈ തെക്കേ ഇന്ത്യയും കേരളവും ഒക്കെ ആയിട്ട് നമുക്ക് ജീവിക്കാം എന്ന് മാത്രമേ എനിക്ക് അതിനകത്ത് പറയാനുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ പരിപൂർണ പിന്തുണ, ഈ നടത്തുന്ന സമരത്തിന് പരിപൂർണ പിന്തുണ കൊടുത്ത് നിൽക്കുന്ന ഒരു സ്ഥലമാണ് എനിക്കുള്ളത്. അഴിമതി എന്ന് പറയുന്നതൊക്കെ നമുക്ക് ഇന്ന് പറയാൻ വയ്യാത്ത നിലവാരത്തിലായി തീർന്നത്. ഏതാണ് അഴിമതി, ഏതാണ് അഴിമതി അല്ലാത്തതെന്ന് പറയാൻ പറ്റും. നമ്മൾ ഈ പേപ്പർ ലീക്ക് ചെയ്തതിന്റെ സാധനത്തിലാണ് പറയുന്നത്. ഞാൻ പറയുന്നത് ഒരെണ്ണമില്ല അങ്ങനെ അല്ലാതിരിക്കുന്നത്. നീ ഒരു തരത്തിൽ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തകർത്ത് കളഞ്ഞില്ലേ? ഇലക്ഷൻ മുഴുവൻ തകർത്ത് കളഞ്ഞില്ലേ? ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഇല്ല, നിലനിന്നിരുന്ന ഒരു ഓട്ടോണമസ് ആയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ട് നിന്നിരുന്ന ഒരൊറ്റ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇല്ല. ചീഫ് ജസ്റ്റിസ് ഒക്കെ ഇരുന്ന് സംസാരിക്കുന്നിട്ടില്ലേ ഞങ്ങൾക്ക് വീഡിയോ കാണാൻ സമയമില്ലെന്ന്? നമ്മൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്ക്. അത്ര മര്യാദ കെട്ട ആൾക്കാരെ എല്ലാ സ്ഥലത്തും ഇരുത്തി ചെയ്തെടുക്കുന്ന ഒരു ഭരണ സംവിധാനത്തിനെ പറ്റി നമ്മൾ എന്ത് ജനാധിപത്യത്തിനെ പറ്റി പറയുന്നത്? ഒരു എലക്ഷൻ അവർ വിജയിച്ചിട്ടില്ലെന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒരു എലക്ഷൻ അവർ വിജയിച്ചിട്ടില്ല.
അത് മുഴുവൻ റിഗ് ചെയ്തിട്ട് തന്നെ ഉണ്ടാക്കിയതാണെന്നുള്ളതിന് സംശയരഹിതമായിട്ട് നമുക്ക് പറയാൻ നിൽക്കുന്ന നിലവാരത്തിലാണ് അത് മുഴുവൻ നിൽക്കുന്നത്. ഇങ്ങനെയാണ് ആ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഈ സമരം വിജയിച്ചാലല്ലാതെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം തുടരുമോ ഇല്ലയോ എന്നുള്ള ചോദ്യം ആയിരിക്കും ഇതിന്റെ മുന്നിലുള്ളത്. അതിനകത്ത് എനിക്ക് സംശയമില്ലാത്തൊരു സ്ഥലമാണ്. ഇതൊരു ഡിസൈസീവ് ആയ സ്ഥലമാണ്. ലോകവ്യാപകമായി തന്നെ ഈ റൈറ്റ് വിങ് ആയിട്ടുള്ള ആളുകളുടെ ഒരു തരത്തിലും എന്ന് പറഞ്ഞാൽ വളരെ ഒരു നിയമങ്ങളും പരിശോധിക്കാതെ ഒരു നിയമത്തിനെ അംഗീകരിക്കാതെ ജീവിക്കുന്ന ഇസ്രയേൽ പ്രധാനമന്ത്രിയെ പോയി കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നമ്മുടെ ലോകത്തുള്ളത്. നമുക്ക് ആലോചിക്കാൻ പറ്റത്തില്ല. ഏറ്റവും മോശപ്പെട്ട ട്രംപ് എന്ന് പറയുന്ന അമേരിക്ക കണ്ടിട്ടുള്ള ഏറ്റവും മോശപ്പെട്ട ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നിട്ട് അയാളും നേതന്യാഹുവും മോദിയും കൂടെ ഒരൊറ്റ ചട്ടുകം പോലായി മാറിയിരിക്കുന്ന ലോകത്തും കൂടെയാണ് നമ്മൾ നിൽക്കുന്നത്. ഇത് കാരണം കൊണ്ട് മറ്റ് പ്രതീക്ഷയൊന്നും ആ നിലവാരത്തിൽ വെക്കേണ്ടതില്ല. ഇതൊരു ഡിസൈസീവ് ആയിട്ടുള്ള സാധനമാണ്. ഇതിനകത്ത് ഈ കുട്ടികളുടെ മുൻകൈയിൽ ഇന്ത്യക്ക് അകത്ത് ഒരു രണ്ടാം സ്വാതന്ത്ര്യ സമരമാണ് ഉണ്ടാകുന്നതെന്നുണ്ടെങ്കിൽ അതിന് പൂർണ്ണ പിന്തുണ നൽകുക എന്നുള്ളത് മാത്രമാണ് ഇവിടെ നമ്മളെ പോലുള്ള ആൾക്കാർക്ക് ചെയ്യാനുള്ളത്. മറ്റൊന്നും എനിക്ക് ഇതിനകത്ത് പറയാനില്ല.